ഭാഗികമായ ഒരു ചുറ്റുപാടിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ മക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജുനൈദിന്റെ വീട്ടിൽ പോട്ടോ. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് എനിക്ക് വേണ്ട, ഞാൻ കുറച്ച് വൈകും. ഇപ്പൊ കൂട്ടുകാരന്മാര് ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിലാ കൂടല്. സാൻപാ പെട്ടെന്ന് കൂട്ടുകാരന്മാരായിട്ടും ഒക്കെ കൂടെ അങ്ങോട്ട് വരരുതിട്ടോ. പറയണട്ടമ്മാനോട് വരുന്ന ദിവസം എന്നാലേ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ട്ടാ. നമ്മളെ വീട്ടിൽ ഞാൻ ആരും കൊണ്ടുവരണില്ല. ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ കൊണ്ടുവരാറില്ല, കൊണ്ടുവരാക്കണം. നാണക്കേടാണ് മനസ്സിൽ. ഇങ്ങക്കൊന്ന് പറഞ്ഞൂടെ എപ്പാനോട് ഈ വീടൊന്ന് ശരിയാക്കാന്? അനക്കൊന്ന് പറഞ്ഞൂടെ, ഞാൻ തന്നെ പറയണം. ഞാൻ അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലേ കേൾക്കാതെ മാതിരിയാണ് പോകും. എന്നാൽ തൻ്റെ സഹപാഠികൾക്കുള്ള പോലുള്ള വീട് എനിക്കില്ല, എൻ്റെ വീടിന് ഒരുപാട് ഏറ്റക്കുറച്ചിലുകളാണ് എന്ന ചിന്ത വെച്ച് ഒരിക്കലും നമ്മൾ വാപ്പയോടോ ഉമ്മയോടോ പെരുമാറരുത്. നമ്മളെ സാൻപാക്ക് വലിയൊരു പരാതി. എന്ത് പരാതി? ഓൻ എല്ലാ കൂട്ടുകാരന്മാരെ പെരീക്കും പോവലില്ലേ, ഈ പെരീക്കും ഓന്റെ കൂട്ടുകാരന്മാരൊന്നും കൊണ്ടുപോലാന്ന്. അതെന്താടി? ഈ പൊട്ടിപ്പൊളിഞ്ഞ പെരീക്ക് ആരും കൊണ്ടുപോലാന്ന്. ഓൻ കുട്ടിയല്ലേടി, നമ്മളെ അവസ്ഥ ഒന്നും പോവാൻ അറിയില്ലല്ലോ. ആ പരാതി അനക്കേറ്റുണ്ടോ? എനിക്കെന്ത് പരാതി? എനിക്കൊരു പരാതി. ഇജെന്റെ കൂട്ടുകാരന്മാരേറ്റേ നമ്മളെ പെരേക്ക് വരില്ലായിരുന്നു. എന്താടാ നമ്മളെ പെരക്ക് കുഴപ്പമുള്ളത്? എടാ എനിക്കറിയോ ഈ പെരൊക്കെ ഇപ്പൊ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടേക്കണോന്ന്? പൊന്നാരപ്പ പണ്ടത്തെ കഷ്ടപ്പാടിനെ പറ്റി പറയല്ലേ, കേട്ട് കേട്ട് മടുത്തതാണ്. വേറെ പുതിയത് തന്നെ ഉണ്ട് ഇപ്പൊ. എടാ എനിക്കൊന്നും ഇപ്പൊ പറഞ്ഞത് ദഹിച്ചൂല. ഇപ്പൊ വെറുതെ പറയുന്നല്ലടാ, ഇപ്പാന്റെ അനുഭവങ്ങളാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാനേ കുറച്ച് സമയം എടുക്കും. എനിക്ക് പാർക്കാനേ ഈ പെരയിലുണ്ട്. ഇതും ഇല്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ടടാ. ഓലൊന്നും കൂട്ടുകാരന്മാരെ പെരയിൽ കൊണ്ടിരുന്നില്ലേ? ഇതൊക്കെ ഒരു ദൂരാഭിമാനാണടാ. ഇപ്പാന്റെ കഷ്ടപ്പാടാണടാ അത് മുഴുവനും. ഒന്നും ഇല്ലാത്തോടത്തൊന്നും ഇതുവരെ എത്തിയില്ല നമ്മള്. ഇപ്പാക്കെ കടും കള്ളിയൊക്കെ ആക്കിക്കാണ്ട് ഈ പെരന്ന് നന്നാക്കി എടുക്കാൻ പൂതിയുണ്ട്. പക്ഷേങ്കിലേ ഇപ്പൊ പറയാണേ, ഞാൻ മരിച്ചാലേ എന്റെ കുട്ടീന്റെ തലയിലാവൂലേ കടങ്ങളൊക്കെ, പിന്നെ എന്തിനാ അതിനൊക്കെ നിക്കണെന്ന്. അന്നെ കുറിച്ച് ഇപ്പാക്ക് അഭിമാനം മാത്രമുള്ളൂ. ആ ഇപ്പാനോടാ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പാ ഞാന് എന്റെ കൂട്ടുകാരന്മാരോട് നമ്മളെ വീട്ടിൽ കയറാൻ പറഞ്ഞു. എടപ്പാക്കേ എന്നോടേ രസിക്കുന്ന സംഭവങ്ങളൊന്നും പറയാനില്ലടാ. ഇപ്പൊ എന്റെ പട്ടിണിയും പായരും കഷ്ടപ്പാടൊക്കെ തന്നെ പറയണം. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയേണ്ടതേ എന്റെ മോന് അനുഭവങ്ങളൊന്നുമില്ല, എനിക്കൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പൊ ഇതൊക്കെ എന്നോട് പറഞ്ഞു തരേണ്ടത്. എന്റെ മക്കളോടെ ഇങ്ങനത്തെ കഥകളൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇത് വെട്ടിപ്പിടിച്ചതും നേടിയതും എൻ്റെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പറഞ്ഞ കഥകളൊക്കെ ഇതോടുകൂടി അവസാനിക്കണം കേട്ടോ, ഇതോടുകൂടി തീരണം.